മറുഭാഗത്ത് രമ്യയും മനോജും കൂടി വാടക വീട് തപ്പി അലഞ്ഞു. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. വലിയ റേറ്റിന്റെ വീടൊന്നും രമ്യയ്ക്ക് താങ്ങാൻ കഴിയില്ല. രമ്യയ്ക്ക് തന്നെ അറിയാം രമ്യ തന്നെ വാടക കൊടുക്കേണ്ട വരുമെന്ന്. അയാളുടെ വർത്തമാനം മാത്രമേ ഉള്ളൂ. വാചകമടിക്ക് ഒരു കുറവുമില്ല. ജോലിക്ക് പോകും, ഹൈ സാലറി ഉണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തട്ടിവിടുന്നതല്ലാതെ ഇതുവരെ ഒരു ജോലിക്കും ആ മനുഷ്യൻ പോകുന്നത് കണ്ടിട്ടില്ല. ജോലിക്ക് പോയി ഒരു ദിവസത്തെ കൂലി തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാൽ പോലും താൻ വിശ്വസിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മടിയനാണ് ജോലിക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ വലിയ വാടകയുള്ള വീടുകളൊന്നും നോക്കരുതെന്ന് അവൾ നേരത്തെ പറഞ്ഞു. വീടുകളൊന്നും അങ്ങനെ കിട്ടാനില്ല. കിട്ടിയാൽ തന്നെ ഒന്നുകിൽ വലിയ വീട് അല്ലെങ്കിൽ ഒട്ടും സൗകര്യമില്ലാത്ത വീട്. അങ്ങനെ അലഞ്ഞലഞ്ഞ് അവരുടെ ഊപ്പാട് വന്നു. അങ്ങനെ ഇരിക്കുകയാണ് മനോജിൻ്റെ അമ്മയുടെ കോള് വരുന്നത്. എടാ, അച്ഛന് വീണ്ടും വയ്യാതായി, നീ ഇവിടെ വന്ന് നിൽക്ക്, അച്ഛനെ നോക്കാൻ ആരുമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അച്ഛനെ നോക്കാൻ. അമ്മ പറഞ്ഞു. അമ്മ അതെങ്ങനെ പറ്റും? രമ്യയും ഉണ്ടല്ലോ, രമ്യയും കൊച്ചും ഉണ്ട്. അവൾ ഹോസ്റ്റലിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. അതങ്ങനെ എത്ര നാൾ നിൽക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഒരു വീട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. വീട് എന്തിനാണ് നോക്കുന്നത്? ഇതെന്താ വീടല്ലേ? അവർ പറഞ്ഞു. മനോജിന് അത്ഭുതം തോന്നി. അമ്മ തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? രമ്യയെ കാണുമ്പോൾ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന അമ്മയാണ് ഇപ്പോൾ തന്നെയും രമ്യയും കൊച്ചിനെയും വീട്ടിലേക്ക് വിളിക്കുന്നത്. അവനെ അത്ഭുതം തോന്നി. അമ്മ എന്താണ് ഈ പറയുന്നത്? അമ്മ എന്താണ് ഈ പറയുന്നത്? രമ്യയും ഞാനും കൂടെ നിങ്ങളെ വീട്ടിലേക്ക് വരണമെന്നാണോ? പിന്നെ അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അതോ ഇനി വല്ല മാറ്റവും ഉണ്ടോ? അമ്മ രമ്യയോടൊന്ന് സംസാരിക്കുക. ഞാൻ പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. നീ അവൾ അടുത്തുള്ളപ്പോൾ കൊടുത്താൽ മതി, ഞാൻ പറയാം. അങ്ങനെ അവൻ വൈകുന്നേരം ആവാൻ കാത്തിരുന്നു. അവൾക്ക് സന്തോഷമാകും. അമ്മ അവളെ കൂടി വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി വാടകയ്ക്ക് വീടെടുത്ത് നടക്കേണ്ട കാര്യമില്ല. ചിലവും നടക്കും, വാടകയും കൊടുക്കണ്ട, പിന്നെ വേറെ പ്രശ്നങ്ങളുമില്ല. അവന് മനസ്സിൽ ലഡു പൊട്ടി. അങ്ങനെ വൈകുന്നേരം കാത്തു നിന്ന് രമ്യ വന്ന ഉടനെ മനോജ് പറഞ്ഞു, എടി ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? നിങ്ങൾക്ക് വല്ല ജോലി ശരിയായോ? ഓ, അതൊന്നും അല്ല, അമ്മ നമ്മളെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തിനാ? വല്ല വിരുന്നും തരാനാണ്? അവൾ കളിയാക്കി ചോദിച്ചു. അത് നിങ്ങളമ്മ? അതിനല്ല, നമ്മളവിടെ ചെന്ന് താമസിക്കാനാണ് വിളിച്ചത്. നമ്മൾ എന്തിനാ ഈ വാടക വീട് തപ്പി നടക്കുന്നത്? നമുക്ക് അവിടെ ചെന്ന് താമസിച്ച വാടകയിൽ ലാഭം, പിന്നെ എന്തെങ്കിലും ചിലവും കാര്യങ്ങളും നോക്കിയാൽ പോരെ? അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ട്. മനോജിൻ്റെ അമ്മ ആള് ചില്ലറക്കാരിയൊന്നുമല്ല. ഒരുപാട് തവണ തനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യവുമാണ്. ഇപ്പോൾ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. അച്ഛന് വയ്യ, അതും കൂടെ ഒരു കാരണമാണ്. അച്ഛനെ നോക്കുകയും വേണം. പിന്നെ വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത് നിങ്ങളും കൂടെ വന്ന് അവിടെ നിൽക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നല്ല കാര്യമല്ലേ? അമ്മയ്ക്ക് അങ്ങനെ ഒന്ന് തോന്നിയല്ലോ. അമ്മയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്. അവരുടെ സ്നേഹത്തിൻ്റെ ആഴമൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിക്കട്ടെ, നോക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അവൾക്കറിയാം അതൊരു ട്രാപ്പാണെന്ന്. അവൻ്റെ അമ്മ അവനെക്കാട്ടിയും ബുദ്ധിമതിയാണ്. ഒന്നുകിൽ വീട്ടുചെലവുകളൊക്കെ തന്നെ കൊണ്ട് വഹിപ്പിക്കാനാണ്. അവർക്ക് എന്തെങ്കിലും ഉദ്ദേശമോ ലാഭമോ ഉണ്ടെന്നല്ലാതെ തങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് തന്നെയും രവിയെയും കൊച്ചിനെയും അങ്ങോട്ട് വിളിക്കുന്നത്. തന്നെ കൊണ്ടേ അവർക്ക് ലാഭമുള്ളൂ. കാര്യം ജോലി ചെയ്യുന്ന പൈസയൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അവൾക്ക് ആ കാര്യങ്ങളുടെ ഐഡിയൊക്കെ അവൾക്ക് അവർ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം നന്നായിട്ട് മനസ്സിലായി. പക്ഷേ അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഹോസ്റ്റലിലേക്ക് പോയി. നീ വാ, ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുന്നേ മനോജ് വിളിച്ചു, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. പൈസ അവൾ തന്നെ കൊടുക്കണം ആഹാരം കഴിച്ചിട്ട്. അവൾ പറഞ്ഞു, വേണ്ട, ആഹാരങ്ങൾ വെച്ചതിരിപ്പുണ്ട്, അത് ചെന്നിട്ട് കഴിച്ചോളാം. അങ്ങനെ അവൾ കൊച്ചിനെ ഡേ കെയറിൽ നിന്നെടുത്ത് ഹോസ്റ്റലിലേക്ക് പോയി. വേല അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ. ഈ ഇടയായിട്ട് തൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവളുടെ ചിലവിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾക്ക് വിശപ്പുമില്ല, ദാഹവും ഇല്ല. ആഹാരം വെച്ചിട്ടുണ്ടെന്ന്. ഓ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? അവന് ദേഷ്യം വന്നു. നീ ആരെടുത്താ ഒന്ന് കടം ചോദിക്കുന്നത്? വട്ടച്ചിലവനാണെങ്കിൽ കാശില്ല. അവന് വൈകുന്നേരം ആയാൽ ചായയും പൊരിപ്പും കഴിച്ച് ശീലമായിപ്പോയി. അത് കഴിക്കാനും വേണ്ടിയിട്ടാണ് അവളെ വിളിച്ചത്. അവൾ പൈസ കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ചായക്കടയിൽ കടം ചോദിച്ച് നോക്കാം, നാളെ ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ അവൻ ചായക്കടയിലേക്ക് വെച്ച് പിടിച്ചു. ചായയും വാങ്ങിച്ച് 2-3 പൊരിപ്പും വാങ്ങിച്ച് കഴിച്ചു. ഇപ്പോഴാണെന്ന് ആശ്വാസമായത്. പൈസ ചോദിച്ചപ്പോൾ മനോജ് കടക്കാരനോട് പറഞ്ഞു, ഞാൻ എന്നും വാങ്ങിക്കുന്നതല്ലേ ചേട്ടാ, നാളെ തരാം, ഇപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കടയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൻ
അമ്മ വിളിച്ചതല്ലേ, എന്തായാലും വീട്ടിലൊന്ന് ഇറങ്ങിയിട്ട് വരാം, എന്തെങ്കിലും പൈസ ചില്ലറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മ അച്ഛനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടുപെടുകയാണ്. നീ വന്നത് കാര്യമായി, നിന്നെ വിളിച്ചാൽ ഒരിക്കലും ഫോൺ എടുക്കത്തില്ലല്ലോ, അച്ഛനെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വാ. അങ്ങനെ പിന്നീടുള്ള ജോലി മൊത്തം അവനായി. അച്ഛനെ ബാത്റൂമിൽ കൊണ്ടുപോയി ആക്കി. പിന്നെ അമ്മ പറഞ്ഞു 2-3 ദിവസമായി അച്ഛൻ കുളിച്ചിട്ട്, അച്ഛനൊന്ന് കുളിപ്പിക്ക്. അങ്ങനെ പിന്നെ അച്ഛനെ കുളിപ്പിച്ച് എല്ലാ ജോലിയും ഒതുങ്ങി ഹാളിൽ വന്നിരുന്നപ്പോൾ അമ്മയുടെ വർത്താനം, കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വാടാ, വീട്ടിലൊന്നുമില്ല, പൈസ ഉണ്ടോ അവൻ ചോദിച്ചു. എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ജോലിക്കും കൂലിക്കും പോകാതെ എൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ? മനോജ് പറഞ്ഞു. അമ്മ 500 നോട്ടെടുത്ത് കൊടുത്തിട്ട് 1000 രൂപയുടെ സാധനത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തു. 500 നോട്ട് കണ്ടപ്പോൾ അവൻ്റെ കണ്ണൊന്ന് മഞ്ഞളിച്ചതാണ്. കാര്യമെന്ന് വെച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും പൈസ അധികം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതി സന്തോഷിച്ചു. അപ്പോഴുണ്ട് 1000 രൂപയുടെ സാധനം പറഞ്ഞു. ഇതെങ്ങനെ ശരിയാവും? 500 രൂപയും തന്നിട്ട് 1000 രൂപയുടെ സാധനം വേണമെന്ന് പറഞ്ഞാൽ ഞാനിത് എവിടെ നിന്ന് വാങ്ങിക്കാനാ? കടക്കാരൻ എന്നെ ഓട്ടിക്കത്തില്ലേ? നിൻ്റെ കയ്യിലൊന്നുമില്ലേ, പിന്നെ നീ എന്തിനാ മകനാന്ന് പറഞ്ഞ് നടക്കുന്ന? അമ്മയും അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണ്. അപ്പോൾ ഇത്രയും വളർന്നിട്ടും നിൻ്റെ കയ്യിലൊന്നും എടുക്കാനില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? അമ്മ അവനെ കളിയാക്കി. അമ്മ എന്തെങ്കിലും കൂടെ താമ്മേ, ഈ 500 തികയത്തില്ല, മനോജ് പറഞ്ഞു. എന്തെങ്കിലും കൂടെ താ. അങ്ങനെ അമ്മ ഒരു 100 രൂപയും കൂടെ എടുത്ത്, കയ്യിൽ വേറെയും പൈസ ഇരിക്കുന്ന അവൻ കണ്ടു. ആ പൈസ എല്ലാം ഇങ്ങ് താമ്മേ, സാധനം വാങ്ങിച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് തരത്തില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ആരെങ്കിലും ലോകത്ത് വിശ്വാസം ഇല്ലെങ്കിൽ അത് നിന്നെ മാത്രമേ ഉള്ളൂ, അമ്മ പറഞ്ഞു. പെൻഷൻ കിട്ടിയ പൈസയാണ്, അല്ലാതെ ഇപ്പോൾ എവിടുന്ന പൈസ? അച്ഛന് വയ്യാതിരിക്കുന്നു, എനിക്കാണെങ്കിൽ എന്നും ജോലിയുമില്ല, ഉള്ള പൈസ സൂക്ഷിച്ച് വെച്ചാണ് ഓരോ ചിലവും കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ പണ്ടത്തെ കണക്ക് പൈസയൊന്നും എടുത്ത് ചിലവാക്കാനില്ല. മുമ്പ് അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ പൈസ ഉണ്ടായിരുന്നു, ഇപ്പോൾ അച്ഛന് വയ്യല്ലോ, അതും കൂടെ ഒക്കെ കണ്ടറിഞ്ഞ് നിൽക്ക് നീ, അമ്മ പറഞ്ഞു. പിന്നെ കണ്ടറിഞ്ഞ് നിൽക്കാതെ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ നിൽക്കുന്നത്, അല്ല അറിഞ്ഞിട്ട് നിൻ്റെ അറിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്തോ കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. എന്നെങ്കിലും നീ ജോലിക്ക് പോയി 1 രൂപ എൻ്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വീട്ടു ചിലവ് നീ അറിഞ്ഞിട്ടുണ്ടോ? നീ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും നീ സുഖിക്കുന്നു, അന്നും നീ സുഖിക്കുന്നു. ഇപ്പോൾ അതാണ്ട് ഒരു പെണ്ണിനെയും കൂടെ കെട്ടി ഇപ്പം അവളെയും കൂടെ വലിച്ചിട്ടേക്കുന്നു. അവൾ കേൾക്കാൻ അമ്മയ്ക്കത് പറയാൻ ധൈര്യം ഇല്ലെന്നുണ്ടെങ്കിലും അവളില്ലാത്തപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം തങ്ങളുടെ മകനെ കെട്ടി അവൾ ആകെപ്പാടെ പണിപ്പെട്ട് നിൽക്കുകയാണെന്ന് മനോജിൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവളുടെ കയ്യിലും കുഴപ്പമുണ്ട്. നല്ലോണം ജീവിച്ചുകൊണ്ടിരുന്നവളാണ്, നല്ലൊരു ഭർത്താവും കുഞ്ഞും ഒക്കെ ഉണ്ടായിട്ട് സാമ്പത്തിക ശേഷി എല്ലാം ഉണ്ടായിരുന്നവളാണ്. നല്ല കാലത്ത് മനോജിനെ ആലോചിച്ചപ്പോൾ അവൾക്ക് വേണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് നല്ലൊരു ജീവിതം കിട്ടി, ആ ജീവിതവും കളഞ്ഞേച്ച് കൊണ്ടുവന്ന് ഈ ജീവിതം തൊലച്ചേക്കുന്നു. അത് ഇവനെ ജോലിക്കും കൂലിക്കും പോവാത്ത ഇവനെ ആരെങ്കിലും ഇവൻ്റെ കൂടെ പോവുമോ? അമ്മ മനസ്സ് വിചാരിച്ചു. അവൻ ഒരിക്കലും ജോലിക്ക് പോകുന്ന സ്വഭാവമില്ല, പണ്ട് തൊട്ടേ അവൻ ഇങ്ങനെ തന്നെ. ആരെങ്കിലും അടുത്തു നിന്നൊക്കെ പൈസ കടം വാങ്ങിച്ച് തിന്ന് കുടിച്ചിങ്ങനെ പോകണം, അത് മാത്രമുള്ള അവൻ്റെ ചിന്ത. നോക്കട്ടെ, നീ അവളെ വിളിച്ചിട്ടുണ്ട്. അവൾ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ ചിലവും കാര്യങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും. അവൾക്ക് ജോലിയുണ്ടല്ലോ, കൊച്ചിനെയാണ് ഞാൻ നോക്കിയാൽ മതിയല്ലേ. അതുകൊണ്ട് നല്ല രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകാമെന്ന് അവർ ആശിച്ചു. അവൾക്ക് നല്ല സാലറി ഉണ്ട്, ഇപ്പോൾ കുറച്ച് നാളായല്ലോ കയറിയിട്ട്. മാത്രമല്ല അവൾ ആൾ മിടുക്കിയായതുകൊണ്ട് സാലറി കൂട്ടിയെന്നും ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഉള്ള പൈസ ഉണ്ടെങ്കിൽ ചിലവ് കഴിഞ്ഞു പോകും, അതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. പിന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പും കാണും, കൊച്ചിനെ എങ്ങാനും ഒന്ന് നോക്കിയാൽ മതിയല്ല. ഡേ കെയറി വിടുന്ന പൈസ വീട്ടിൽ ചിലവാക്കിയ അത് നല്ല കാര്യമല്ലേ, അമ്മ ചിന്തിച്ചു. അവളെ വിളിച്ചൊന്ന് സോപ്പിട്ട് സംസാരിക്കാം. അവളോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ ഇപ്പോൾ പോയി. ഇനി ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തോ കാര്യം? മനുഷ്യന് എങ്ങനെയെങ്കിലും സമാധാനത്തോടെ കഴിഞ്ഞു പോകണം, അല്ലലില്ലാതെ കഴിഞ്ഞു പോകണം, അത്രമാത്രമേ ഉള്ളൂ ചിന്ത. അങ്ങനെ വൈകുന്നേരം അവളെ വിളിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മനോജിനെ പറഞ്ഞ് കടയിൽ വിട്ടുവിടാ, ബാക്കി പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ. ആപ്പാടെ പൈസ ഇല്ല, ഉള്ള ചില്ലറ നുള്ളിപ്പറക്കിയാണ് നിനക്ക് തന്നത്. പെൻഷൻ കിട്ടിയത് മൊത്തവും തീർന്ന്, അച്ഛന് മരുന്നും ഗുളിയൊക്കെ വാങ്ങിച്ച്. ഉള്ള പൈസ ബാക്കി ഉണ്ടെങ്കിൽ മോനിഞ്ഞ് കൊണ്ടുവരണേ, അമ്മ കാര്യമായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അവൻ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചു. ബാലൻസ് പൈസ വളരെ കുറവായിരുന്നു. ഇതെനിക്കൊരു ചായക്ക് പോലും തികയത്തില്ല, ഇത് കൊണ്ടുപോയിട്ട് എന്തോ കാര്യം? അവൻ മനസ്സോടെ സാധനവുമായിട്ട് വീട്ടിൽ വന്നു. അമ്മ ചോദിച്ചു, ബാലൻസ് വല്ല പൈസ ഉണ്ടോടാ? ബാലൻസ് പൈസ ഇച്ചിരിയേ ഉള്ളൂ, അത് ഞാനിങ്ങ് എടുത്ത്, എനിക്കൊരു ചായ എങ്ങാനും കുടിക്കാൻ വേണ്ടേ. എടാ ആ പൈസ ഇഞ്ഞ് താടാ, എൻ്റെ കയ്യിലാണെങ്കിൽ 5-ൻ്റെ പൈസ ഇല്ല, ഇരുന്ന പൈസയാണ് നിൻ്റെ ഈ സാധനം വാങ്ങിക്കാൻ തന്നത്. അവന് നല്ല ദേഷ്യം വന്നെങ്കിലും പൈസ അങ്ങ് കൊടുത്തു. അല്ലെങ്കിൽ ഇനി അമ്മ അടുത്ത ചീത്തവിളി തുടങ്ങും. അമ്മയ്ക്ക് 2 മുഖമുണ്ട്, നല്ലതുപോലെ നിൽക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ദേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട്
അമ്മയെ നമ്പാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ പൈസ കൊടുത്തു. അമ്മയായിട്ട് വഴക്കായ പിന്നെ ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. രമ്യയും ഇല്ലിപ്പോൾ. ഇടയ്ക്ക് ഇങ്ങോട്ടെങ്കിലും ഒന്ന് വന്ന് കയറി കിടക്കാനെങ്കിലും ഉണ്ട്. അതും കൂടി ഇല്ലാതായ പിന്നെ മൊത്തത്തിൽ പ്രശ്നമോ. അതുകൊണ്ട് ആ പൈസ അവനങ്ങ് കൊടുത്തു. രമ്യയോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം അവൻ മനസ്സിൽ വിചാരിച്ചു. അവളെ ഈ വല്ല ചില്ലറയും ഉണ്ടെങ്കിൽ മേടിക്കാം. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേന്ന് രാവിലെ തന്നെ മനോജ് തുണിക്കടയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ നടന്നു വരുന്നത് കണ്ടു. കൊച്ചിനെ ഡേ കെയറിലാക്കിയിട്ടാണ് വരുന്നത്. എടീ, നീ വീട്ടിലോട്ട് വന്ന് നിൽക്കുന്ന കാര്യം എന്തോ ആയി? അമ്മ ഇന്നും കൂടെ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വന്ന് നിൽക്കാം, നിങ്ങളൊന്ന് അടങ്ങി, കുറച്ചും കൂടെ കഴിയട്ടെ. നിങ്ങളമ്മയ്ക്കും പ്രശ്നമായിരുന്നല്ലോ, ഇപ്പോൾ എന്തോ നിങ്ങളമ്മയ്ക്ക് ഇത്ര നിർബന്ധം? അത് നീ വന്ന് നിൽക്കുക, അവർക്കിപ്പോഴും വയസ്സായി വരുമല്ലേടി, ഒരു കൂട്ട് വേണ്ടേ, അതുകൊണ്ടാണ്. അവളൊന്നും പ്രത്യേകിച്ചൊരു അഭിപ്രായം അവൾ പറഞ്ഞില്ല. നീ കടയിലോട്ട് പോവുകയാണോ? ഒന്ന് വാടി, നമുക്ക് ചായ എങ്ങനെ കുടിക്കാം. ഞാൻ ചായയും കുടിച്ച് ആഹാരവും കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ നേരവും ഇല്ല. എങ്കിൽ നിൻ്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടോ? എന്തോ പൈസ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് എപ്പോഴും വാ തുറന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാൽ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. പൈസ ഉണ്ടോ, പൈസ ഉണ്ടോ, പൈസ ഉണ്ടോ? 24 മണിക്കൂറും പൈസ ഉണ്ടോ എന്ന് ചോദിക്കാനല്ലാതെ നിങ്ങൾ എൻ്റെ സുഖകരം തിരക്കാൻ ഇതുവരെ വാ തുറന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ വല്ല ജോലിക്കും പോകും. എത്ര നാളുകൊണ്ട് പറയുന്നത് ജോലിക്ക് പോകുമെന്ന്. ഒരിക്കലും ജോലിക്കും പോകത്തില്ല. പൈസ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഉണ്ടെങ്കിൽ ഒരു 500 രൂപ താടി, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടടി. എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. എന്തുവാടി, ഒരു 200 താ. എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ. അവളെ കൈ കയറി പിടിച്ചു. ഒരു 100 രൂപ. നിങ്ങൾക്ക് എന്ത് മനുഷ്യ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 100 രൂപ താടി, എനിക്ക് ചായ കുടിക്കാനടി. അവൻ്റെ ആ വർത്തമാനം കേട്ടപ്പോൾ അവൾക്ക് കഷ്ടം തോന്നി. ഇയാളെ ഏത് നേരത്താണോ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയത്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ഒരു ജോലിക്കും പോകത്തുമില്ല, ഉള്ള പൈസ തൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കാര്യങ്ങൾ നടത്താൻ നിൽക്കുന്ന ഒരു കൊച്ചു കിടക്കുന്നതാവും, അതിന് പോലും ചിലവിന് കൊടുക്കത്തില്ല. എന്നിട്ട് വീണ്ടും നാണമുണ്ടോ ഈ മനുഷ്യനെന്ന് അവൾ മനസ്സിൽ കൊണ്ട് ചിന്തിച്ചു. 100 രൂപയുണ്ടോ, 50 രൂപയുണ്ടോ, 25 രൂപയുണ്ടോ? അവസാനം അവൾ മനസ്സോടെ ബാഗ് തുറന്ന് 100-ൻ്റെ നോട്ടെടുത്ത് കൊടുത്തു. അവൻ അപ്പോൾ ബാഗിലേക്ക് എത്തി നോക്കി, ഇനിയും പൈസ ഇരിപ്പുണ്ടോ എന്ന്. നിങ്ങൾ ബാഗിലോട്ടൊന്നും എത്തി നോക്കണ്ട, ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകും. കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയും കൂടെ ഞാൻ തരത്തില്ല പറഞ്ഞിട്ടുണ്ട്. കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ച് അവൻ 100 രൂപയും വാങ്ങിച്ചുകൊണ്ട് അപ്പോഴേ പോയി. അവൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എനിക്ക് അനുഭവിക്കാനുള്ളത് അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അവൾ സ്വയം പഴിച്ചുകൊണ്ട് തുണിക്കടയിലേക്ക് കയറിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.